തൃക്കരിപ്പൂരിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള സ്പെഷ്യൽ കെയർ സെന്ററിന് കെട്ടിടം ഒരുങ്ങി 17.5 ലക്ഷത്തിലേറെ രൂപ ചെലവഴിച്ചാണ് പഞ്ചായത്തിന്റെ ഹൃദയഭാഗമായ കൂലേരിയിലെ സ്കൂൾ വളപ്പിൽ കെട്ടിടം നിർമ്മിച്ചത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 17,60,000 രൂപ ചെലവഴിച്ചാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് സംസ്ഥാനത്ത് തന്നെ ആദ്യമായി ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കു വേണ്ടി സ്പെഷ്യൽ കെയർ സെന്റർ നിർമ്മിച്ചത്. പഞ്ചായത്തിന്റെ ഹൃദയഭാഗത്തുള്ള കൂരേലി GLP സ്കൂൾ അങ്കണത്തിൽ പണിതീർത്ത കെട്ടിടത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള പഠന പിന്തുണ, തെറാപ്പികൾ, കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും തൊഴിൽ പരിശീലനങ്ങൾ, ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് നടക്കുക. തൃക്കരിപ്പൂരിലെയും പരിസരങ്ങളിലെയും ഭിന്നശേഷിക്കാരായ നിരവധി വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാകും ഈ സ്പെഷ്യൽ കെയർ സെന്റർ. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷിക്കാരായ കുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് 2023-24 വർഷത്തിലെ വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി തയ്യാറാക്കിയ സ്പെഷ്യൽ കെയർ സെന്ററിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന വ്യാഴാഴ്ച നടക്കുകയാണ്. ഒരു ഗ്രാമപഞ്ചായത്ത് സംസ്ഥാനത്ത് തന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സ്പെഷ്യൽ കെയർ സെന്റർ ഇതാദ്യമായിട്ടാണ് ചെയ്യുന്നത്. കോവിഡ് കാലത്താണ് ഇതിൻ്റെ പ്രാധാന്യം ജനങ്ങൾ മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ അത്തരം കുട്ടികളെ അവർക്ക് ആവശ്യമായ പഠന പിന്തുണ നൽകുക, അതുപോലെ ഇത്തരം കുട്ടികൾക്ക് തെറാപ്പി നൽകുക, അതുപോലെ ഈ കുട്ടികൾക്കും അതുപോലെ അവരുടെ രക്ഷിതാക്കൾക്കും ആവശ്യമായ തൊഴിൽ പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കോവിഡ് കാലത്ത് മറ്റ് വിദ്യാർത്ഥികൾക്കൊപ്പം ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തി പഠനം നടത്താൻ സമഗ്ര ശിക്ഷ കേരളം കാസർഗോഡിന്റെ സഹകരണത്തോടെ ചെറുവത്തൂർ BRCയുടെ നേതൃത്വത്തിൽ വിദ്യാലയങ്ങൾ, മറ്റ് സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ താൽക്കാലിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയാണ് സ്പെഷ്യൽ കെയർ സെന്ററുകൾ ആരംഭിച്ചത്. ഈ ആശയത്തിന് ചുവട് പിടിച്ചാണ് ഇപ്പോൾ ഇതിനായുള്ള സ്വന്തം കെട്ടിടം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.